ഏവർക്കും നമസ്കാരം. ഇന്ന് നാം മേടം മുതൽ മീനം വരെയുള്ള 12 രാശിക്കാരുടെയും അതിലെ നക്ഷത്രജാതരുടെയും മീനമാസ ഫലങ്ങളാണ് വിശദമായി വിശകലനം ചെയ്യുന്നത്. മാർച്ച് മാസം 15-ാം തീയതി മീനമാസം ആരംഭിക്കുന്നു. തുടർന്ന് ഏപ്രിൽ മാസം 13-ാം തീയതി വരെയും മീനമാസം നീളുകയും ചെയ്യുന്നു. മീനമാസ ഫലങ്ങളിലേക്ക് പ്രവേശിക്കുന്നതിന് മുന്നോടിയായി ഈ മാസത്തെ ഗ്രഹസഞ്ചാരവും സവിശേഷതയും ഒന്ന് പരിശോധിക്കാം. മീനമാസത്തെ പ്രധാന സവിശേഷത 2 മഹാഗ്രഹങ്ങൾക്ക് വരുന്ന മാറ്റങ്ങളാണ്. അതിൽ ആദ്യത്തേത് സർവീശ്വരകാരകനായ വ്യാഴത്തിൻ്റെ സഞ്ചാരത്തിൽ വരുന്ന മാറ്റമാണ്. വ്യാഴം കുറച്ച് മാസങ്ങളായി വക്രഗതിയിൽ സഞ്ചരിച്ച് വരികയായിരുന്നു. എന്നാൽ മാർച്ച് 11 മുതൽ വ്യാഴം തൻ്റെ വക്രഗതി സഞ്ചാരം അവസാനിപ്പിച്ച് നേർരേഖയിൽ അഥവാ നേർഗതിയിൽ സഞ്ചരിക്കുവാൻ തുടങ്ങിയിരിക്കുന്നു. ഈയൊരു സഞ്ചാരം ചില രാശിക്കാർക്ക് വളരെയധികം നേട്ടങ്ങളെ നൽകുന്ന ഒന്നാകുന്നു. രണ്ടാമത്തെ മാറ്റം ശനിക്ക് സംഭവിക്കുന്ന മൗഢ്യാവസ്ഥ ആകുന്നു. ശനിയും സൂര്യനും മീനരാശിയിൽ സംഗമിക്കുമ്പോൾ ശനി മൗഢ്യാവസ്ഥയിലേക്ക് അഥവാ ശക്തി ക്ഷയിക്കുന്ന അവസ്ഥയിലേക്ക് നീങ്ങുന്നു. ശനിയുടെ ഈയൊരു മൗഢ്യാവസ്ഥ ചില രാശിക്കാർക്ക് ഗുണവും എന്നാൽ മറ്റ് ചില രാശിക്കാർക്ക് ദോഷത്തെയും നൽകും. അടുത്തതായി ഈ മാസത്തെ ഗ്രഹസഞ്ചാരങ്ങൾ പരിശോധിക്കാം. സൂര്യൻ മാർച്ച് 15 മുതൽ ഏപ്രിൽ 13 വരെയും മീനരാശിയിൽ സഞ്ചരിക്കുന്നു. ചൊവ്വ നിലവിൽ കുംഭം രാശിയിൽ സഞ്ചരിക്കുന്നു. എന്നാൽ ഏപ്രിൽ 2 മുതൽ ചൊവ്വ മീനം രാശിയിൽ പ്രവേശിച്ച് സഞ്ചരിക്കുവാൻ തുടങ്ങും. ബുധൻ നിലവിൽ കുംഭം രാശിയിൽ സഞ്ചരിക്കുന്നു. എന്നാൽ ഏപ്രിൽ 11 മുതൽ മീനം രാശിയിൽ സഞ്ചരിക്കുന്നു. അതായത് ഈ മാസം ഭൂരിഭാഗവും ബുധൻ സഞ്ചരിക്കുന്നത് കുംഭരാശിയിൽ ആകുന്നു. വ്യാഴം തൻ്റെ വക്രസഞ്ചാരം അവസാനിപ്പിച്ച് നേർരേഖയിൽ മിഥുനം രാശിയിൽ സഞ്ചരിക്കുന്നു. ശുക്രൻ നിലവിൽ തൻ്റെ ഉച്ചരാശിയായ മീനത്തിലാണ് സഞ്ചരിക്കുന്നത്. എന്നാൽ മാർച്ച് 26 മുതൽ ശുക്രൻ മേടരാശിയിൽ സഞ്ചരിക്കുവാൻ തുടങ്ങും. ശനി മീനരാശിയിൽ സഞ്ചരിക്കുന്നു. എന്നാൽ സൂര്യൻ ഇതേ രാശിയിൽ സഞ്ചരിക്കുന്നു എന്നതിനാൽ ശനിക്ക് മൗഢ്യാവസ്ഥ സംഭവിക്കുന്നുണ്ട്. രാഹു കുംഭം രാശിയിലും കേതു ചിങ്ങം രാശിയിലും തങ്ങളുടെ സഞ്ചാരം തുടരുന്നു. അപ്പോൾ മേൽപ്പറഞ്ഞ ഗ്രഹസഞ്ചാരങ്ങളുടെ ഫലമായി കന്നിക്കൂറുകാർക്ക് മീനമാസത്തിൽ വന്നു ചേരുവാൻ ഇടയുള്ള ഫലങ്ങൾ എന്തെല്ലാമാകുമെന്ന് നമുക്ക് പരിശോധിക്കാം. ഉത്രം മുക്കാൽ, അത്തം, ചിത്തിര ആദ്യ പകുതി എന്നീ നക്ഷത്രങ്ങളാണ് കന്നിക്കൂറിൽ വരുന്നത്. സൂര്യൻ കന്നിക്കൂറുകാരുടെ 7-ാം ഭാവത്തിൽ കൂടിയാകും ഈ മാസം സഞ്ചരിക്കുക. സൂര്യൻ എന്നത് ഈ കൂറുകാരുടെ 12-ാം ഭാവാധിപൻ ആകുന്നു. ഇതേ ഭാവത്തിൽ ഉച്ചനായി ശുക്രനും മൗഢ്യത്തിൽ ശനിയും നിലവിൽ സഞ്ചരിക്കുന്നുണ്ട്. 7-ാം ഭാവം എന്നത് സൂര്യൻ്റെ ഇഷ്ടഭാവം അല്ല എന്നതിനാൽ സൂര്യൻ ഈ കൂറുകാർക്ക് ചില പ്രതികൂലമായ ഫലങ്ങളെ നൽകാം. 7-ാം ഭാവം കളത്രഭാവം, പ്രണയബന്ധങ്ങൾ, പാർട്ട്ണർഷിപ്പ് ബിസിനസ് എന്നിവയെ എല്ലാം കുറിക്കുന്ന ഭാവമാകുന്നു. അതുകൊണ്ട് തന്നെ ഈ ബന്ധങ്ങളിൽ ചില അസ്വാരസ്യങ്ങൾ, തെറ്റിദ്ധാരണകൾ, അകൽച്ച എന്നിവയെ സൂര്യൻ സൃഷ്ടിക്കാം എന്നതിനാൽ പരമാവധി മനസ്സംയമനം പാലിക്കുവാൻ ഈ കൂറുകാർ ശ്രമിക്കേണ്ടതുണ്ട്. കൂടാതെ ജീവിത പങ്കാളിക്ക് ഈ കാലയളവിൽ ചില ശാരീരികമായ ക്ലേശങ്ങളെയും അനുഭവത്തിൽ വരുത്താം. എന്നാൽ അതേസമയം ശുക്രൻ ഈ 7-ാം ഭാവത്തിൽ ഉച്ചനായി സഞ്ചരിക്കുന്നു എന്നത് സൂര്യൻ 7-ൽ നിന്നുകൊണ്ട് നൽകുന്ന ദോഷങ്ങളെ ഒരു പരിധിവരെയും തടുക്കുന്നു എന്നും അറിയുക. ചൊവ്വ ഈ കൂറുകാരുടെ 6-ാം ഭാവത്തിലും 7-ാം ഭാവത്തിലുമായി ഈ മാസം സഞ്ചരിക്കുന്നതാണ്. ഏപ്രിൽ 1 വരെ 6-ൽ സഞ്ചരിക്കുന്ന ചൊവ്വ ഇവർക്ക് വളരെയധികം ഗുണദാതാവായി ഭവിക്കുന്നു. കാരണം 6-ാം ഭാവം എന്നത് ചൊവ്വയുടെ ഇഷ്ടഭാവമാകുന്നു. ശത്രുക്കൾ, കടങ്ങൾ, രോഗാരിഷ്ടതകൾ, നാശനഷ്ടങ്ങൾ, ദുഃഖങ്ങൾ എന്നിവയെ എല്ലാം കുറിക്കുന്ന ഭാവമാണ് ഈ 6-ാം ഭാവം. എന്നാൽ 6-ൽ കൂടി പാപഗ്രഹങ്ങൾ സഞ്ചരിക്കുമ്പോൾ ആ ഗ്രഹങ്ങൾ ഏറ്റവും ഗുണദാതാവായും ഭവിക്കുന്നു. ചൊവ്വ എന്നതും ഒരു പാപഗ്രഹം ആകയാൽ ഈ ഭാവത്തിൽ കൂടി സഞ്ചരിക്കുന്ന ചൊവ്വ ഈ കൂറുകാർക്ക് അഭീഷ്ട ഫലങ്ങളെ നൽകും. മനസ്സിൽ ആഗ്രഹിച്ച കാര്യങ്ങൾ തടസ്സം കൂടാതെ നിറവേറും. കൂടാതെ ആത്മവിശ്വാസം, ഊർജം, പോരാട്ടവീര്യം എന്നിവ വർദ്ധിക്കുകയും ചെയ്യും. ശത്രുക്കളുടെ പ്രവർത്തനങ്ങളും ഉപജാപവും എല്ലാം ഈ കൂറുകാർ പരാജയപ്പെടുത്തും. തുടർന്ന് 7-ാം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുന്ന ചൊവ്വ ഈ കൂറുകാർക്ക് ചില പ്രതികൂലമായ ഫലങ്ങളെ നൽകാം. പ്രണയം, വിവാഹം, ദാമ്പത്യബന്ധം എന്നിവയെ എല്ലാം കുറിക്കുന്ന ഈ 7-ാം ഭാവത്തിൽ കൂടി ചൊവ്വ സഞ്ചരിക്കുമ്പോൾ അത് ഈ ബന്ധങ്ങളിൽ ചില അസ്വാരസ്യങ്ങളെയും കലഹങ്ങളെയും സൃഷ്ടിക്കാം. ബുധൻ ഈ കൂറുകാരുടെ 6-ൽ കൂടിയാകും ഈ മാസം അധികവും സഞ്ചരിക്കുക. 6-ാം ഭാവം എന്നത് രോഗം, ശത്രുക്കൾ, കടം എന്നിവയെ എല്ലാം കുറിക്കുന്നു എന്നതിനാൽ ബുധൻ ഈ ഭാവത്തിൽ കൂടി സഞ്ചരിക്കുന്നത് ഏറെ അനുകൂലമായ ഫലങ്ങളെയാണ് നൽകുക. കാരണം ഈ 6-ാം ഭാവം ബുധൻ്റെ
ഇഷ്ടഭാവമാകുന്നു. അതുകൊണ്ട് തന്നെ ശരീരസുഖം, മനസുഖം, കുടുംബസുഖം, സന്താനക്ഷേമം എന്നിവയെല്ലാം ബുധൻ നൽകുന്നു. കൂടാതെ ശത്രുനാശം, രോഗമുക്തി, കടങ്ങളിൽ നിന്നും മോചനം, സാമ്പത്തികമായ ഉന്നതി, ധനലാഭം, ഈശ്വരകടാക്ഷം, ഉപാസനാമൂർത്തികളുടെ കടാക്ഷം എന്നിവയും ബുധൻ നൽകുന്നു. ബുധൻ എന്നത് കന്നിക്കൂറുകാരുടെ രാശ്യാധിപനും 10ാം ഭാവാധിപനും കൂടിയാകുന്നുവെന്ന് അറിയുക. രാശ്യാധിപൻ അഭീഷ്ടഭാവത്തിൽ സഞ്ചരിക്കുന്നത് ശരീരസുഖം, മനസ്സുഖം, ഓജസ്, ഊർജം, ആത്മവിശ്വാസം എന്നിവയെ എല്ലാം നൽകുന്നു. കൂടാതെ കർമാധിപനും ആകയാൽ ബുധൻ അഭീഷ്ടഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ അത് ഔദ്യോഗിക മേഖലയിൽ ഉയർച്ച, നേട്ടങ്ങൾ, പ്രമോഷൻ, പ്രവർത്തനങ്ങൾ കാര്യക്ഷമമായി ചെയ്യുന്നതിൽ കൂടി ലഭിക്കുന്ന പ്രശംസ, അംഗീകാരം എന്നിവയ്ക്ക് കാരണമാകും. കൂടാതെ ജോലി അന്വേഷിക്കുന്നവർക്കും അനുയോജ്യമായ അവസരങ്ങൾ ഈ സമയത്ത് വന്നുചേരും. ബിസിനസ് തുടങ്ങിയ വ്യാപാര സംരംഭങ്ങളിൽ ഏർപ്പെട്ടവർക്കും ഈ കാലയളവിൽ ഏറെ ഗുണാനുഭവങ്ങൾ വന്നുചേരും. അടുത്തതായി വ്യാഴത്തിൻ്റെ സഞ്ചാരം പരിശോധിക്കാം. വ്യാഴം എന്നത് കന്നിക്കൂറുകാരുടെ 4ഉം 7ഉം ഭാവാധിപൻ ആകുന്നു. വ്യാഴം മാർച്ച് മാസം 10 വരെയും വക്രഗതിയിൽ സഞ്ചരിച്ച് വരികയായിരുന്നു. എന്നാൽ മാർച്ച് 11 മുതൽ ആ വ്യാഴം നേർരേഖയിൽ സഞ്ചരിക്കുവാൻ തുടങ്ങിയിരിക്കുന്നു. അത് ഈ കൂറുകാർക്ക് അനുകൂലമായ ചില ഫലങ്ങളെ നൽകും. വ്യാഴം കർമാധിപൻ ആകയാൽ കർമ്മമേഖലയിൽ നേരിട്ട് കൊണ്ടിരുന്ന പ്രതിസന്ധികൾ ഒഴിഞ്ഞ് അവ ലക്ഷ്യത്തിൽ എത്തുവാനുള്ള മാർഗങ്ങൾ തെളിയും. ബിസിനസ് തുടങ്ങിയ വ്യാപാര സംരംഭങ്ങളിലും പുരോഗതി ഉണ്ടാകുവാൻ തുടങ്ങും. അതുമൂലം സാമ്പത്തികമായ അഭിവൃദ്ധിയും ഉണ്ടാകുന്നതാണ്. 7ാം ഭാവാധിപനായ വ്യാഴം 10ാം ഭാവത്തിൽ നേർരേഖയിൽ വരുന്നു എന്നത് ജീവിത പങ്കാളിക്കും തൊഴിൽ ലഭിക്കുക, അല്ലെങ്കിൽ തൊഴിൽ വഴി ഉന്നതി, ഭാഗ്യാനുഭവങ്ങൾ എന്നിവയ്ക്ക് സാധ്യതകളെ സൃഷ്ടിക്കും. 7ാം ഭാവാധിപനായ വ്യാഴത്തിന് പുഷ്ടി വരുന്നു എന്നതിന് ഈ കൂറുകാരുടെ 7ൽ നിന്നുകൊണ്ട് ശനി നൽകുന്ന ദുരിതങ്ങളിൽ പോലും ഒരു കുറവ് അനുഭവപ്പെടും. വ്യാഴത്തിൻ്റെ ദൃഷ്ടി ധനഭാവമായ 2ാം ഭാവത്തിൽ പതിയുന്നുണ്ട് എന്നതിനാൽ ഇവർക്ക് സാമ്പത്തികമായ പ്രതിസന്ധികൾ നീങ്ങി അഭിവൃദ്ധി പ്രാപിക്കും. 2ാം ഭാവം കുടുംബത്തെയും കുറിക്കുന്നു എന്നതിനാൽ കുടുംബത്തിലും സൗഖ്യം, ഐക്യം, ക്ഷേമം എന്നിവയെ നേർരേഖയിൽ കൂടി സഞ്ചരിക്കുന്ന വ്യാഴം നൽകുന്ന ഗുണാനുഭവങ്ങൾ ആണ്. ശുക്രൻ ഈ കൂറുകാരുടെ 7, 8 എന്നീ ഭാവങ്ങളിൽ കൂടിയാകും ഈ മാസം സഞ്ചരിക്കുക. 7ാം ഭാവം പൊതുവെ ശുക്രൻ്റെ ഇഷ്ടഭാവമല്ല. എന്നാൽ ശുക്രൻ ഉച്ചരാശിയായ മീനത്തിൽ കൂടിയാണ് സഞ്ചരിക്കുന്നത് എന്നതിനാൽ യാതൊരു ദോഷത്തെയും നൽകില്ല എന്ന് മാത്രമല്ല, ഗുണാനുഭവങ്ങളെ നൽകുകയും ചെയ്യുന്നു. 7ാം ഭാവത്തിൽ കൂടി ഉച്ചനായ ശുക്രൻ സഞ്ചരിക്കുന്നു എന്നതിനാൽ ദാമ്പത്യബന്ധങ്ങൾ, പ്രണയബന്ധങ്ങൾ, കുടുംബ ബന്ധങ്ങൾ എന്നിവയിൽ പരസ്പര ധാരണ, ഐക്യം എന്നിവയെ എല്ലാം ഉച്ചനായ ശുക്രൻ നൽകുന്നു. കൂടാതെ ജീവിത പങ്കാളി വഴി ഭാഗ്യാനുഭവങ്ങൾ, നേട്ടങ്ങൾ എന്നിവയും ഈ സമയത്ത് വന്നുചേരാം. 7ാം ഭാവം കൂട്ടായ സംരംഭങ്ങൾ, പാർട്ട്ണർഷിപ്പ് ബിസിനസ് എന്നിവയെയും കുറിക്കുന്നു എന്നതിനാൽ ഈ മേഖലകളിൽ ഏർപ്പെട്ടവർക്കും സമയം ഏറെ അനുയോജ്യമായ ഒന്നാകും. തുടർന്ന് ശുക്രൻ 7ാം ഭാവത്തിൽ നിന്നും 8ലേക്ക് പ്രവേശിക്കും. ആയുസ്, ആരോഗ്യം, രോഗപ്രതിരോധശേഷി എന്നിവയെ എല്ലാം കുറിക്കുന്ന ഈ 8ാം ഭാവത്തിൽ ശുക്രൻ സഞ്ചരിക്കുമ്പോൾ അത് ഏറെ അനുകൂലമായ ഫലങ്ങളെയാകും നൽകുക. 8ാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന ശുക്രൻ സകല പ്രതിസന്ധികളെയും മറികടക്കുവാൻ സഹായിക്കും. രോഗമുക്തി, ശത്രുനാശം, മാനസികവും ശാരീരികവുമായ സുഖങ്ങൾ എന്നിവയെല്ലാം ഉണ്ടാകും. സാമ്പത്തികമായ പ്രതിസന്ധികൾ ഒഴിഞ്ഞ് ധനനിലവാരം മെച്ചപ്പെടും. ദാമ്പത്യസുഖം, കുടുംബസുഖം, ക്ഷേമം, ഐശ്വര്യം എന്നിവയും ശുക്രൻ 8ൽ കൂടി സഞ്ചരിക്കുമ്പോൾ അനുഭവത്തിൽ വരുന്ന ഗുണാനുഭവങ്ങൾ ആകുന്നു. ശനി ഈ കൂറുകാരുടെ 7ാം ഭാവത്തിൽ കൂടിയാണ് സഞ്ചരിക്കുന്നത്. അതായത് ഈ കൂറുകാർ കണ്ടകശനി എന്ന ശനിയുടെ ദോഷാവസ്ഥയിൽ കൂടി സഞ്ചരിക്കുന്ന സമയമാണ് ഇത്. എന്നാൽ ശനിക്ക് നിലവിൽ സൂര്യനുമായി യോഗം വരുന്നു എന്നതിനാൽ മൗഢ്യാവസ്ഥ വന്നു ചേരുന്നു. അതായത് ശനി ക്ഷീണിതൻ ആകുന്ന ഒരു അവസ്ഥ. ഒരു വ്യക്തിക്ക് ദോഷകാരിയായി സഞ്ചരിക്കുന്ന ഏതു ഗ്രഹത്തിനും മൗഢ്യാവസ്ഥ വരുമ്പോൾ ഫലത്തിൽ ആ ദോഷങ്ങൾക്ക് കുറവ് സംഭവിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ കൂറുകാർക്ക് ശനിയുടെ മൗഢ്യം ഒരു ആശ്വാസം ആണ് നൽകുക. കൂടാതെ ശുക്രൻ ഇതേ ഭാവത്തിൽ ഉച്ചനായി സഞ്ചരിക്കുന്നു എന്നതും ഇവർക്ക് അനുകൂലമായി ഭവിക്കുന്ന മറ്റൊരു ഘടകമാണ്. കന്നിക്കൂറുകാരുടെ 7ാം ഭാവാധിപനായ വ്യാഴം നേർരേഖയിൽ സഞ്ചരിക്കുവാൻ തുടങ്ങി എന്നതും ഇവർക്ക് പരോക്ഷമായി ശനി ദുരിതങ്ങളിൽ നിന്നും വലിയ ഒരു ആശ്വാസത്തെ നൽകുന്നു. രാഹു ഈ കൂറുകാരുടെ 6ാം ഭാവത്തിലാണ് സഞ്ചരിക്കുന്നത്. 6ാം ഭാവം എന്നത് രാഹുവിൻ്റെ ഇഷ്ടഭാവമാകുന്നു. 6ാം ഭാവം എന്നത് രോഗം, കടങ്ങൾ, ശത്രുക്കൾ എന്നിവയെ എല്ലാം കുറിക്കുന്ന ഭാവമാകുന്നു. എന്നാൽ രാഹു ഈ 6ാം ഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ അത് ഈ കൂറുകാർക്ക് ഗുണാനുഭവങ്ങളെ നൽകുന്നു. കാരണം രാഹു ഈ ദോഷങ്ങളെയെല്ലാം നിർവീര്യമാക്കുന്നു. കൂടാതെ വലിയ അളവിൽ ഊർജ്ജത്തെ നൽകുന്നു. ഏത് പ്രതിസന്ധികളെയും വെല്ലുവിളികളെയും ഈ കൂറുകാർ നേരിടുന്നു. ശത്രുക്കൾ നിഷ്പ്രഭർ ആകുന്നു. തൽഫലമായി ഈ കൂറുകാർക്ക് മത്സര പരീക്ഷകളിലും ബിസിനസ്സിലും വ്യവഹാരങ്ങളിലും വിജയം കൈവരിക്കുവാൻ കഴിയുന്നു. തൊഴിൽ രംഗത്തും നേട്ടങ്ങൾ, പ്രമോഷൻ, അംഗീകാരം, വിദേശത്ത് തൊഴിൽ അവസരങ്ങൾ എന്നിവയും വന്നുചേരുന്നു. കൂടാതെ ഈ സമയത്ത് രോഗമുക്തി, ആരോഗ്യം എന്നിവ കൈവരിക്കുന്നതാണ്.
കേതു ഈ കൂറുകാരുടെ 12-ാം ഭാവത്തിലാണ് സഞ്ചരിക്കുന്നത്. 12-ാം ഭാവം എന്നത് കേതുവിൻ്റെ അനിഷ്ടഭാവം ആകുന്നു. ചെലവിൻ്റെ ഭാവം എന്ന് അറിയപ്പെടുന്ന ഈ 12-ാം ഭാവത്തിൽ കേതു സഞ്ചരിക്കുമ്പോൾ അത് അധിക ചെലവുകൾ, പാഴ്ചെലവുകൾ എന്നിവയെ ഉണ്ടാക്കാം. എന്നാൽ 12-ാം ഭാവം വിദേശവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നതിനാൽ വിദേശത്ത് തൊഴിലുള്ളവർക്ക് സമയം അനുകൂലമാകുക, കൂടാതെ വിദേശത്ത് തൊഴിൽ നേടുന്നവർക്ക് അനുയോജ്യമായ അവസരങ്ങൾ, പഠനം ആഗ്രഹിക്കുന്നവർക്ക് അനുകൂലമായ പഠനത്തിനുള്ള സാഹചര്യങ്ങൾ എന്നിവയും 12-ലെ കേതു നൽകും. അപ്പോൾ കന്നിക്കൂറുകാർക്ക് ഈ മാസം രാശിയാധിപനായ ബുധൻ, ചൊവ്വ, നേർരേഖയിൽ സഞ്ചരിക്കുന്ന വ്യാഴം, ശുക്രൻ, രാഹു എന്നിവർ ഏറെ അനുകൂലമായ ഫലങ്ങളെ നൽകുന്ന നിലയിൽ സഞ്ചരിക്കുന്നു. ശനി മൗഢ്യാവസ്ഥയിലേക്ക് നീങ്ങി എന്നതും വ്യാഴം നേർരേഖയിൽ സഞ്ചരിക്കുന്നുവെന്നതും ഇവർക്ക് അപ്രതീക്ഷിതമായി ലഭിച്ച ആശ്വാസവും അനുഗ്രഹവും ആകുന്നു. അതുകൊണ്ട് തന്നെ കന്നിക്കൂറുകാർക്ക് ഈ മാസം വളരെ ഊർജ്ജസ്വലതയും ശോഭനവും ആയ ഒരു മാസമായി ഭവിക്കുന്നതാണ്. ഇതോടുകൂടി ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനകരമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ഏവർക്കും ഈശ്വര കടാക്ഷങ്ങൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.